പാലക്കാട് ഒറ്റപ്പാലത്ത് KSRTC പ്രിയദർശിനി ബസിന്റെ ചക്രം ഊരിത്തെറിച്ചു. നിറയെ യാത്രക്കാരുമായി ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലേക്ക് കയറുകയായിരുന്ന ബസിന്റെ മുൻചക്രമാണ് ഊരിത്തെറിച്ചത്. ഉടൻ ഡ്രൈവർ ബസ് സൈഡാക്കിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. 60ഓളം യാത്രക്കാരാണ് ആ സമയത്ത് ബസ്സിൽ ഉണ്ടായിരുന്നത്. ബസിന്റെ ഇൻഷുറൻസും ഫിറ്റ്നസും മുടങ്ങിക്കിടക്കുകയാണ് എന്നാരോപിച്ച് യാത്രക്കാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കിലോമീറ്റർ വെച്ചിട്ട് ഈ വണ്ടികളുടെ ഗ്രീസ് മാറൽ കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ടയർ എൻഡിന്ന് ഊരിപ്പോലും കാര്യങ്ങളൊക്കെ അത് ഗ്രീസ് മാറായിട്ട് നോക്കായിട്ടും പറ്റുന്ന സംഭവങ്ങളാണ്. അതേപോലെ ഇതിന്റെ ലൈനറൊക്കെ നിങ്ങൾ നോക്കി നോക്ക്, ലൈനറൊക്കെ പറ്റ മോശം ലൈനറാണ് ഇതിന്റെ ഫ്രണ്ടിൽ ഇട്ടിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാം. ഇത് ഇതിന്റെ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം, അതൊന്നും നമ്മൾ നോക്കണ്ട. ഇങ്ങനത്തെ കണ്ടീഷനിൽ ഈ വണ്ടികൾ പുറത്തേക്ക് ഇറക്കാതിരിക്കുക. നല്ലപോലെ സർവീസ് നടത്താൻ പറ്റുന്ന വണ്ടികളാണെന്ന് മാത്രം ഇറക്കുക. ഒന്നില്ലെങ്കിൽ എത്ര ജനങ്ങൾ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് എത്ര ലേഡീസ് ഫ്രീ ആയി കയറി വരുന്ന വണ്ടിയാണ്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ഇന്ന് വൈകിട്ട് ഒരു 5:30 ഈ അപകടം ഉണ്ടാവുന്നത്. വൈകിട്ട് 5:30 പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന പ്രിയദർശിനി ബസ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലേക്ക് കയറ്റിയ സമയത്താണ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നതിനിടെ ബസിന്റെ മുൻചക്രം ഊരിത്തെറിച്ച് വീണത്. ഉടൻ തന്നെ ഡ്രൈവർ ബസ് വേഗം സൈഡാക്കുകയായിരുന്നു. തുടർന്ന് വലിയ അപകടം ഒഴിവായി. പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന പ്രിയദർശിനി ബസ്സാണ് ഇത്തരത്തിൽ ബസിന്റെ ടയർ ഊരിത്തെറിച്ചു പോയത്. ബസിന്റെ മുൻപിലെ സബ് ആക്സിൽ തകരാറായതാണ് കാരണമെന്നാണ് ഡ്രൈവർ പറയുന്നത്. 60ഓളം യാത്രക്കാരാണ് ആ സമയത്ത് ബസ്സിൽ ഉണ്ടായിരുന്നത്. ബസിന്റെ ഇൻഷുറൻസും ഫിറ്റ്നസും ഒക്കെ മുടങ്ങിക്കിടക്കുകയാണെന്ന് ആരോപിച്ച് യാത്രക്കാർ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ട് ഒരു 5:30 ഒറ്റപ്പാലത്ത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത്. പാലക്കാട് നിന്ന് യാത്ര ആരംഭിച്ച് ഈ ഗുരുവായൂരിലേക്ക് പോകുന്നതിനിടെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലേക്ക് വാഹനം കയറുന്നതിനിടെയാണ് ഈ ബസിന്റെ മുൻവശത്തെ ടയർ ഊരിത്തെറിച്ച് പോയത്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.